അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് തോന്നുന്നത്? Science have really evolved. In fact, fertility sector നോക്കുകയാണെങ്കിൽ every 10 days there is some new advancement coming up. നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം മുമ്പൊക്കെ പല ജനറ്റിക് പ്രോബ്ലംസ് ഉള്ള കപ്പിൾസിന് ഒരു അബ്നോർമൽ ആയിട്ടൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരോട് പറയുന്നത് നിങ്ങൾ അഡോപ്ഷൻ ട്രൈ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളൊന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദെൻ നൗ സയൻസ് ഹാവ് ഇവോൾവ് ഇൻ സച്ച് എ വേ ദാറ്റ് വി ക്യാൻ check these embryos for genetic abnormality. എന്നിട്ട് ജനറ്റിക് പ്രോബ്ലം ഇല്ലാത്ത എംബ്രിയോസ് അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ മാത്രം ട്രാൻസ്ഫർ ചെയ്ത് ഈ ഒരു ജനറ്റിക് കണ്ടീഷനെ കംപ്ലീറ്റ് ഇറേസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് PGT എന്ന് പറയുന്നത്. എഗൈൻ IVFൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണിത്. അങ്ങനത്തെ രീതിയിലേക്ക് സയൻസ് ആക്ച്വലി ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്പേംസ് ഇല്ലാത്ത പല പുരുഷന്മാരിലും സ്പേംസ് ഉണ്ടാക്കാൻ പറ്റുന്ന അഡ്വാൻസ് ടെക്നീക്സ് ഉണ്ട്. ഇഞ്ചെക്ഷൻസ് കൊടുത്ത് മൈക്രോടീസ എന്ന് പറഞ്ഞിട്ടുള്ള സർജിക്കൽ പ്രോസസ്സിൽ കൂടെ വളരെ ചെറിയ ട്യൂബ്യൂൾസിൽ കൂടി സ്പേംസിനെ നമുക്ക് എടുത്ത് അതിൽ നിന്ന് പ്രഗ്നൻസി വരുത്താൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം വളരെ കോമൺലി അവൈലബിൾ ആണ്. ഈവൺ എഗ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗ് ഇല്ലാത്ത സ്ത്രീകളിലാണെങ്കിൽ തന്നെ നൗ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ്, PRP ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് വി ക്യാൻ റിവേഴ്സ് ഏജ് ലോട്ട് ഓഫ് തിങ്സ്.